ഓക്കെ, ഇപ്പൊ കേൾക്കുന്നില്ലേ? യെസ് സർ. ഓക്കെ, ഇന്റർനെറ്റിന് എന്തോ പ്രോബ്ലം ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് അത് ഡിസ്കണക്ട് ആയി പോവാണ്. ഓക്കെ, ഇനി ഹൗ വി വിൽ കണ്ടിന്യൂ. അപ്പൊ ഇതായിരുന്നു നമ്മൾ ചോദ്യം, നേരത്തെ പറഞ്ഞ ചോദ്യം ഇതായിരുന്നു. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗുലർ സ്വിമ്മിംഗ് പൂൾ ഈസ് 154 meter. Its length is 2 meter more than twice its breadth. This is very important, this statement. Its length is 2 meter more than twice its breadth. What are the length and breadth of the pool? ഇവിടെ നോക്ക്, നമുക്ക് നമ്മളെ പൂള്, സ്വിമ്മിംഗ് പൂള് ഈ രീതിയിലാണെന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ റെക്ടാംഗുലർ സ്വിമ്മിംഗ് പൂള്. ഇതിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. എന്താണ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ? പെരിമീറ്റർ ഓഫ് എ ഷേപ്പ് മീൻസ് ദ ഡിസ്റ്റൻസ് അറൌണ്ട് ദ ഷേപ്പ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഈ അരികിലൂടെ ഇങ്ങനെ ഒരു റൗണ്ട് നടക്കാൻ വേണ്ട ഡിസ്റ്റൻസ്, അതിനാണ് ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നോക്ക്, ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. ഇറ്റ്സ് ലെങ്ത് ഈസ് 2 meter more than twice the breadth. ഞാൻ ബ്രെഡ്ത്തിന് length is equal to L and breadth is equal to B. അങ്ങനെയാണെങ്കിൽ നോക്കി, ഇതാണ് B, ഇതാണ് L. ഇനി ഈ റിലേഷൻ വായിച്ചു നോക്കി. ഇറ്റ്സ് ലെങ്ത് ഈസ് 2 meter more than its twice its breadth. Twice the breadth എന്ന് പറഞ്ഞാൽ എത്ര വരിക? 2 times B. ഇതിനേക്കാൾ 2 meter കൂടുതലാണ് ലെങ്ത്. ഇതിനേക്കാൾ 2 meter കൂടുതലാണ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ലെങ്ത്തിനെ ഇങ്ങനെ എഴുതാം. L is equal to ബ്രെഡ്ത്തിന്റെ ഇരട്ടിയേക്കാൾ 2 meter കൂടുതലാണ്. ഇത് ഓക്കെ ആണോ? ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഹലോ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ബുദ്ധിമുട്ടില്ല, ഇത് മനസ്സിലാക്കി എടുക്കലാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം, ഫ്രം given condition we have L is equal to 2B plus 2. ഇത് വെരി ഇമ്പോർട്ടന്റ്, ഇത് മനസ്സിലാക്കി എടുക്കുക. അതായത് ഈ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ നമ്മൾ ഇതിന്റെ ആദ്യത്തെ ബുദ്ധിമുട്ടുള്ള ഒരു പാർട്ട്. ഇനി നമുക്ക് തന്നിട്ടുണ്ട് പെരിമീറ്റർ. എങ്ങനെ പെരിമീറ്റർ കാണാം? പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ is equal to 2 times L plus B ആണ്. 2 times L plus B. അപ്പൊ നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 154, അതാണല്ലോ നമ്മുടെ പെരിമീറ്റർ. 154 is equal to 2 into എന്താണ് നമ്മുടെ L? L എന്ന് പറഞ്ഞാൽ 2B plus 2. ഇതാണ് നമ്മുടെ L. പിന്നെ ഒരു ബിയും കൂടി ഉണ്ടാവും, പ്ലസ് ബി. ഇതാർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ആർക്കെങ്കിലും? മനസ്സിലായിട്ടുണ്ടോ? ഇത് മനസ്സിലാവാത്തവരുണ്ടോ? അത് ആർക്കെങ്കിലും മനസ്സിലാവാത്ത ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുകൂടി പറയണം. ഓക്കെ, നോക്കി, നമുക്ക് നമ്മൾ തന്ന കണ്ടീഷൻസ്, ചോദ്യത്തിൽ തന്ന കണ്ടീഷൻസ്, ഇറ്റ്സ് ലെങ്ത് ഈസ് 2 meter more than twice its breadth എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ലെങ്ത്തിന് L എന്ന് കൊടുത്തു, ബ്രെഡ്ത്തിന് B എന്നും കൊടുത്തു. അങ്ങനെ ആവുമ്പോ നോക്കി, ഈ L എന്ന് പറഞ്ഞാൽ അതിന്റെ വീതിയെ, അതായത് ലെങ്ത് എന്ന് പറഞ്ഞാൽ വീതിയുടെ ഇരട്ടിയേക്കാൾ 2 കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? L എന്ന് പറഞ്ഞാൽ ഇതാണ് 2 ഇരട്ടി, ബിയുടെ ഇരട്ടി, അല്ലെങ്കിൽ ട്വൈസ് ഓഫ് ബി, ട്വൈസ് ഓഫ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2B ആണ്. അതിനേക്കാൾ 2 കൂടുതലാണെന്ന് പറഞ്ഞാൽ 2 meter കൂടുതലാണെന്ന് പറഞ്ഞാൽ ലെങ്തിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് ബിയിൽ ഇങ്ങനെ എഴുതാം. L is equal to 2B plus 2. അപ്പൊ നമ്മൾ ഇവിടെ എഴുതി വെച്ചു. എന്നിട്ട് പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതുക. ഇത് നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, 5ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. പെരിമീറ്റർ is equal to 2 into L plus B. ഇതൊരു ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫോർമുലയാണ്. പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ is equal to 2 into L plus B. ഇനി നമുക്ക് ചോദ്യത്തിൽ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 154. അതാണ് ഇവിടെ. അപ്പൊ പെരിമീറ്ററിന് പകരം ഞാൻ 154 കൊടുത്തു. ഈക്വൽ ടു 2 into എന്താണ് നമ്മുടെ L? ഈ Lന് പകരം നമുക്ക് ഈ വില കൊടുത്തൂടെ? L എന്ന് പറഞ്ഞാൽ 2B plus B ആണ്. അപ്പൊ ഈ Lന് പകരം ഞാൻ 2B plus 2 എന്ന് എഴുതി. പിന്നെ ഈ പ്ലസ് ആണ് ഈ കാണുന്നത്, പിന്നെ പ്ലസ് ബി. ഇനി ഇത് ലഘൂകരിക്കുക. ഇതാണ് നമ്മുടെ ലീനിയർ ഇക്വേഷൻ.
ഇതിന് നമുക്ക് 2 ഇൻറ്റു ബ്രാക്കറ്റിൽ ഇവിടെ ഒരു 2b ഉണ്ട്, ഇവിടെ ഒരു b ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് 3b ആയി മാറും. 3b പ്ലസ് 2. അപ്പൊ നമുക്കുള്ളത് എന്താ? 154 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 3b പ്ലസ് 2. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം. ദാറ്റ് ഈസ് 2 ഇൻറ്റു 3b പ്ലസ് 2 ഇസ് ഈക്വൽ ടു 154. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, RHS-ഉം LHS-ഉം മാറ്റി എന്നുള്ളൂ. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും മാറ്റി എഴുതിയിട്ട് എന്നുള്ളൂ, വേറെ ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ നോക്കി, ഇനി നമുക്ക് എന്താ കിട്ടുക? 2 ഇൻറ്റു 3b പ്ലസ് 2 ഇസ് ഈക്വൽ ടു 154 എന്ന് പറഞ്ഞാൽ 3b പ്ലസ് 2 ഇസ് ഈക്വൽ ടു 154 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്കൊരു 2x ഇസ് ഈക്വൽ ടു 4 എന്നുണ്ടെങ്കിൽ എക്സിന്റെ വില എന്താ? ഈ 2x എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സ് എന്നാണ്. അപ്പൊ എക്സ് മാത്രം അവിടെ നിർത്തിയിട്ട് നമ്മൾ ഈ 2 അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പൊ അത് ഡിവൈഡഡ് ബൈ എന്ന ഓപ്പറേഷൻ ആയി മാറും. അതേ പ്രോസസ്സ് ഇവിടെയും ചെയ്തിട്ടുള്ളൂ. ഇവിടെ 2 ഇൻറ്റു ബ്രാക്കറ്റിൽ ഇതുണ്ട്, അപ്പൊ ഈ ബ്രാക്കറ്റിൽ അതിനെ മാത്രം ഇവിടെ കീപ്പ് ചെയ്തു, 2 അപ്പുറത്ത് കൊണ്ടുപോയി, അപ്പൊ ഡിവൈഡഡ് ബൈ എന്നായി മാറി. ഇനി ഇത് എത്ര വരിക? 77 എന്ന് വരും അല്ലെ? നമുക്ക് 15 അല്ല 70 പിന്നെ 14 2 7. ഓക്കെ, ശരിയാ, 77 എന്ന് വരും. അപ്പൊ 3b പ്ലസ് 2 ഇസ് ഈക്വൽ ടു 77. അതിന്റെ അർത്ഥം എന്താ? 3b ഇസ് ഈക്വൽ ടു, നമുക്ക് വേണ്ടത് b ആണ്, ഇതിന് b ആണ് ആദ്യം കണ്ടെത്തേണ്ടത്. 77 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 75. 75. അപ്പൊ നമുക്ക് അപ്പൊ 1b is equal to 25 by 3 എന്ന് കിട്ടും, 25. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? b എന്താണ്? b ബ്രെഡ്ത്ത് ആണ്. അതുകൊണ്ട് ബ്രെഡ്ത്ത് നമുക്ക് കിട്ടി. അതുകൊണ്ട് ലെങ്ത് is equal to, ലെങ്ത് എന്താ? 2b പ്ലസ് 2 എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബ്രെഡ്ത്തിന്റെ വില കൊടുക്കുക, 2 ഇൻറ്റു 25 പ്ലസ് 2 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ എത്ര? 50 ആണ്. 50 പ്ലസ് 2 ഈക്വൽ ടു 52. അപ്പൊ എത്ര നമുക്ക് കിട്ടിയത്? ലെങ്ത് is equal to 52 മീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് is equal to 25 മീറ്റർ. ഓക്കെ ആണോ? Yes, sir. Length is equal to 52 meter, breadth is equal to 25 meter. ഇനി നോക്ക്, ഇത് നിങ്ങൾ ഇപ്പൊ എഴുതണ്ട, ഇതിന്റെ ഒരു PDF ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പൊ കോപ്പി ചെയ്താൽ മതി കേട്ടോ. Okay, sir. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ ഒരുപാട് സമയം നഷ്ടപ്പെടും. നോക്കി, വേർഡ് പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ കുറെ സമയം വേണം, പിന്നെ അത് എഴുതാനും കുറെ സമയം വേണം. ഇനി അടുത്തത് നോക്ക്, അടുത്ത ചോദ്യം. The base of an isosceles triangle. എന്താ isosceles triangle എന്ന് പറഞ്ഞാല്? The base of an isosceles triangle is 4 by 3 centimeter. The perimeter of the triangle is 2 by 15 centimeter. What is the length of either of the remaining equal sides? എന്താ isosceles triangle എന്ന് പറഞ്ഞാ? രണ്ട് സൈഡ് ഒരു triangle. രണ്ട് സൈഡ്. ഓക്കെ, ഞാൻ ഇപ്പൊ വരച്ചത് ഒരു ഐസോസിലസ് ആണ്. എന്നിരുന്നാലും ഇത് കണ്ടാൽ ചിലപ്പോൾ ഇക്വലാറ്റർ ആണെന്ന് തോന്നും, അപ്പൊ ഞാൻ മാറ്റി ചെയ്ത. ഇപ്പൊ നോക്ക്, നമുക്ക് ഇങ്ങനെയാണ് ഐസോസിലസ് ട്രയാങ്കിൾ. ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാവും, ഏതായാലും ഇതാണ് ഇതിന്റെ ബേസ്. അപ്പൊ ദ ബേസ് ഓഫ് എൻ ഐസോസിലസ് ട്രയാങ്കിൾ, ഇത് നമുക്ക് 4 by 3 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ളത് എന്താ? പെരിമീറ്റർ. ക്വസ്റ്റ്യൻ വളരെ കൃത്യമായിട്ട് വായിക്കണം കേട്ടോ. പ്രത്യേകിച്ച് വേർഡ് പ്രോബ്ലംസ് ഒക്കെ വളരെ വളരെ ശ്രദ്ധിച്ച് വായിച്ചെങ്കിൽ നമുക്ക് അതിന്റെ മീനിങ് കിട്ടുള്ളൂ. പിന്നെ എന്താ തന്നിട്ടുള്ളത്? പെരിമീറ്റർ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ 3 വശങ്ങൾ കൂടി കൂട്ടിയതാണ്. അപ്പൊ നമുക്ക് ഈ വശവും ഈക്വൽ ആയിരിക്കും അല്ലെ? ഇത് രണ്ടും ഈക്വൽ ആവൂലേ ഐസോസിലസ് ആവുമ്പോ? Yes, sir. ഓക്കെ, അപ്പൊ ഞാൻ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് അറിയില്ല. അപ്പൊ ഞാൻ ഇതിന് എക്സ് എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതും എക്സ് ആവൂലേ? ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആണ്. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്താ? ലെറ്റ് one of the equal side is equal to x centimeter. Therefore നമുക്ക് എന്ത് ചെയ്താ? x plus x plus 4 by 3, അതായത് 3 വശങ്ങൾ കൂടി കൂട്ടിയത്. the total length of 3 side. ഇതാണ് ശരിക്കും എന്ത്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് തന്നിട്ടുണ്ട് 4
2/15. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് മനസ്സിലാവാത്തവരുണ്ടോ? ഇതാണ് ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. നോക്ക്, ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഒരു വശം തന്നിട്ടുണ്ട്, അത് 4/3 സെന്റിമീറ്റർ ആണ്. 4/3 സെന്റിമീറ്റർ. മറ്റു രണ്ട് സൈഡും നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി പിന്നെ തന്നിട്ടുള്ളത് എന്താ? ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് വശങ്ങളും കൂടി കൂട്ടിയതാണ് പെരിമീറ്റർ. അതാണ് ഇവിടെ എഴുതിയത്. എക്സ് ഒരു വശം, മറ്റേ വശവും എക്സ്, പിന്നെ മൂന്നാമത്തെ വശം 4/3 എന്ന് തന്നിട്ടുണ്ട്. ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നതായിരിക്കും പെരിമീറ്റർ. പക്ഷെ പെരിമീറ്റർ നമുക്ക് തന്നത് കൊണ്ട് ഈക്വൽ ടു 4 2/15 എന്ന് എഴുതാം. അപ്പൊ ഇനി ഇതിനെ എക്സും എക്സും കൂട്ടുമ്പോൾ 2x എന്ന് എഴുതാം, പ്ലസ് 4/3. ദിസ് ഇസ് ഈക്വൽ ടു, ദിസ് ഈസ് എൻ മിക്സഡ് നമ്പർ. അപ്പൊ നമുക്ക് ഇതിനെ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. എങ്ങനെ എഴുതുക? 4 × 15 പ്ലസ് 2/15. ഇതൊക്കെ എയിൽ പഠിച്ചതാട്ടോ. ഇറ്റ് ഇസ് ഈക്വൽ ടു 4 × 15 എന്ന് പറയുമ്പോൾ എത്ര വരിക? 60. 60ഉം 2ഉം 62. 62/15. അപ്പൊ നമുക്ക് 2x plus 4, that is 2x plus 4/3 is equal to 62/15. നമുക്ക് വേണ്ടത് എന്താ? x ആണ്. അപ്പൊ ഞാൻ ഈ 2x ആദ്യം ഇവിടെ നിർത്തിയിട്ട് 62/15 മൈനസ് 4/3 എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിനെ, ഈ 4/3 ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഓപ്പറേഷൻ സബ്ട്രാക്ഷൻ എന്നായി മാറും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്ക്, എ ഫ്രാക്ഷൻ മൈനസ് അനദർ ഫ്രാക്ഷൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഡിനോമിനേറ്റർ ഈക്വൽ ആണോ നോക്കും. ഈക്വൽ അല്ല. ഈക്വൽ അല്ലെങ്കിൽ ചെയ്യേണ്ട പ്രോസസ് എന്താ? അത് ഈക്വൽ ആക്കണം ആദ്യം. 62/15 മൈനസ് ഈക്വൽ ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ 15 ആണ്, ഇവിടെ 3 ആണ്. അപ്പൊ ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡിനോമിനേറ്ററിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലും അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 4 × 5 ഡിവൈഡഡ് ബൈ 3 × 5. 3 × 5 3 × 5 is equal to 62/15 മൈനസ് 4 5 20 ആണ്. 20/15 എന്ന് പറഞ്ഞാൽ 42/15. അതെന്താണ്? 2x ആണ്. 2x is equal to 42/15. Therefore നമുക്ക് വേണ്ടത് x ന്റെ വിലയാണ്. Therefore x is equal to 42/15. ഇവിടെ ഈ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് ഇവിടെ വരുമ്പോൾ ഡിവിഷൻ എന്നായി മാറും. അപ്പൊ നമുക്ക് ഈ 2ഉം ഈ 42ഉം ക്യാൻസൽ ചെയ്യാം. ഇവിടെ 21 ആവും. അപ്പൊ 21/15. ഇത് ലോവസ്റ്റ് ഫോമിലല്ല, രണ്ടിനെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 7 പ്രാവശ്യം പോകും, ഇവിടെ 5 പ്രാവശ്യം പോകും. ഇതിനെ വേണമെങ്കിൽ നമുക്ക് മിക്സഡ് നമ്പർ ആക്കിയിട്ട് എഴുതാം. 1 പിന്നെ ബാക്കി ഉണ്ടാവുക 2 ആണ്. 2/5. അപ്പൊ ഇതായിരിക്കും ഈ സൈഡ്. Therefore one of the equal side equal to 1 2/5 centimeter. ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇത് നോക്ക്. ഇതൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. 3 consecutive integers add up to 51. What are these 3 integers? 3 consecutive integers add up to 51. What are these integers? എന്ന് പറഞ്ഞാൽ എന്താ? 3 അടുത്തടുത്ത്. എന്താ കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അർത്ഥം? കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള 3 അടുത്തടുത്തുള്ള ഇന്റിജേഴ്സ് കൂട്ടിയപ്പോൾ നമുക്ക് 51 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ഇന്റിജേഴ്സ്? അതാണ് ചോദ്യം. എന്താ ചോദ്യം? 3 കോൺസിക്യൂട്ടീവ് ഇന്റിജേഴ്സ് ആഡ് ചെയ്തപ്പോൾ അടുത്തടുത്തുള്ള 3 ഇന്റിജേഴ്സ് കൂട്ടുമ്പോൾ 51 കിട്ടുന്നു. അങ്ങനെയെങ്കിൽ ഏതൊക്കെയാണ് ആ ഇന്റിജേഴ്സ്? അപ്പൊ നോക്ക്, ലെറ്റ് ഇതിങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ലെറ്റ് x be the first integer. നോക്ക്, നമുക്ക് 3 ഇന്റിജേഴ്സ്, അടുത്തടുത്തുള്ള 3 ഇന്റിജേഴ്സ് കൂട്ടുമ്പോൾ 51 കിട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യത്തേതിനെ x എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് ഇന്റിജർ? Then the next 2 integers are
Then the next consecutive integers are ഏതൊക്കെയായിരിക്കും? ഒന്നാമത്തത് ഞാൻ x എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇന്റിജർ ഏതായിരിക്കും? പിന്നത്തെ ഇന്റിജർ ഏതായിരിക്കും? ആരെങ്കിലും ഒരാൾ പറ. ഏതായിരിക്കും? പ്ലീസ് പെട്ടെന്ന് പറ. പെട്ടെന്ന് പറ. എടോ ഒരു ഇന്റിജറെ ഞാൻ എക്സ് അല്ല അങ്ങനെ വരില്ല. നോക്ക്, ഒരു ഇന്റിജറിനെ ഞാൻ എക്സ് എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് വരുന്ന ഇന്റിജർ ഏതായിരിക്കും? നോക്ക്, ഞാൻ 5 എന്നുള്ള ഒരു ഇന്റിജർ എടുത്തു. ഇതിന്റെ തൊട്ടടുത്ത് വരുന്ന അടുത്തതായിട്ട് വരുന്ന ഇന്റിജർ എത്ര? 6. പിന്നത്തെ ഇന്റിജർ ഏതാ? 7. പിന്നത്തെ ഇന്റിജർ ഏതാ? 8. അപ്പൊ ഇനി ഇതിന്റെ ആൻസർ പറ. ഞാൻ ആദ്യത്തെ ഇന്റിജർ എക്സ് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ പിന്നെ വരുന്ന ഇന്റിജർ ഏതായിരിക്കും? Y. നോ അങ്ങനല്ല വരിക. ഓക്കെ, അങ്ങനല്ല കേട്ടോ. ഇതെന്താണോ, നിങ്ങൾക്ക് ഈ എക്സ് ഒക്കെ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇപ്പൊ നോക്കി, ഇവിടെ ഞാനേ 5 എന്നൊരു ഇന്റിജർ എടുത്തു. പിന്നത്തെ ഇന്റിജർ കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്തത്? 5നോട് 1 കൂട്ടിയേക്കല്ലേ? അതുപോലെ 6 കഴിഞ്ഞിട്ടുള്ള ഇന്റിജർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 6നോട് 1 കൂട്ടണം. അപ്പൊ എനിക്ക് അറിയാത്ത ഒരു ഇന്റിജറിന് ഞാൻ എക്സ് എന്ന് പേര് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന യെസ് എക്സാക്ട്ലി x+1 ആയിരിക്കും. പിന്നത്തത് ഇതിനോട് വീണ്ടും 1 കൂട്ടണം. അപ്പൊ x+2 ആയിരിക്കും. x+2 അതായത് ഒന്ന് x എന്ന് എടുത്തു, പിന്നത്തത് x+1 ആയിരിക്കും, അത് കഴിഞ്ഞിട്ടുള്ളത് x+2 ആയിരിക്കും. ഇത് ക്ലിയർ ആണോ? യെസ് സർ. നിങ്ങൾക്കൊക്കെ പ്രശ്നം വരുന്ന എന്താണോ, ഈ ലെറ്റേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ, വേരിയബിൾസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാണ്. അങ്ങനെ നമ്മളൊരു നമ്പർ വെച്ച് തിങ്ക് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് പ്രശ്നം വരില്ല. അതിനാണ് ഞാൻ ഇത് കാണിച്ചത്. ആദ്യം 5 എടുത്തു. നമുക്ക് ഏത് ഇന്റിജർ എടുക്കാം. അപ്പൊ ഞാൻ 100 എന്നുള്ളൊരു ഇന്റിജർ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോൺസിക്യൂട്ടീവ് നെക്സ്റ്റ് 2 ഇന്റിജേഴ്സ് ഏതൊക്കെ? 101 ആൻഡ് 102. എങ്ങനെ നമുക്ക് കിട്ടിയത്? 100നോട് 1 കൂട്ടുമ്പോൾ 101, അതിനോട് 1 കൂട്ടുമ്പോൾ 102. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് ആണ് നമ്മൾ ആദ്യത്തെ ഇന്റിജർ എടുത്തെങ്കിൽ പിന്നത്തെ ഇന്റിജർ x+1 ആയിരിക്കും, അത് കഴിഞ്ഞിട്ടുള്ളത് x+2 ആയിരിക്കും. ഇനി ചോദ്യത്തിലേക്ക് തിരിച്ചു പോ. 3 കോൺസിക്യൂട്ടീവ് ഇന്റിജേഴ്സ് ആഡ് അപ് ടു എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ 51 കിട്ടുന്നു എന്നാണ് തന്നിട്ടുള്ളത്, അല്ലെ? ഈ 3 എണ്ണം കൂടി കൂട്ടുമ്പോൾ 51 കിട്ടും. അപ്പൊ നമുക്ക് അത് എഴുതാം. ഗിവൺ എക്സ് ഒന്നാമത്തത്, അതിലേക്ക് രണ്ടാമത്തത് കൂട്ടി. രണ്ടാമത്തത് ഏതാണ്? x+1 ആണ്. അതിലേക്ക് മൂന്നാമത്തെ കോൺസിക്യൂട്ടീവ് ഇന്റിജർ x+2 ആണ്. ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ 51 കിട്ടി എന്നാണ് പറഞ്ഞത്. ഇത് മനസ്സിലായോ? ഇനി നോക്കി, ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എക്സും എക്സും കൂട്ടുമ്പോൾ 2x, 2xും എക്സും കൂട്ടുമ്പോൾ 3x, 3x. ഇപ്പൊ ഇവിടെ 1+2 ഉണ്ട്, അത് 3 ആയി, =51. ഇനി നോക്ക്, ഇതൊരു ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ ആണ്. സിംപ്ലി നമുക്ക് സോൾവ് ചെയ്യാം. 3x = 51 - 3. 51 - 3 എന്ന് പറഞ്ഞാൽ 48 ആണ്. അപ്പൊ 3x = 48. Therefore x = 48 divided by 3. 48 divided by 3 എന്ന് പറയുമ്പോൾ എത്ര വരിക? 1 പിന്നെ 6 16. x = 16. അപ്പൊ ഏതൊക്കെയായിരിക്കും നമ്മുടെ നമ്പേഴ്സ്? 16 17 18. Yeah, 16 17 18. integers are 16 17 18. ഓക്കെ, ഇപ്പൊ നമുക്ക് അറിയില്ലായിരുന്ന നമ്പർ, പക്ഷെ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇത് തന്നെയാണ് ആൾജിബ്രയുടെ അപ്ലിക്കേഷൻ. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ഇനി അടുത്ത ചോദ്യം. ഞാൻ ഇതിന്റെ PDF ഇട്ടരും കേട്ടോ, കൺഫ്യൂഷൻ ആവണ്ട, എന്നിട്ട് കോപ്പി ചെയ്താൽ മതി. നോക്കേ, the sum of 3 consecutive multiples of 8 is 888. Find the multiples. ഇവിടെയും കോൺസിക്യൂട്ടീവ് എന്ന ടേം ഉണ്ട്. കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വരുന്ന എന്നാണ് അർത്ഥം. The sum of 3 consecutive multiples of 8 is this. What are the multiples? അപ്പൊ ഇവിടെയും ഞാൻ റെഡിയാക്ക്. ഞാൻ എങ്ങനെയാണ് ആവച്ചത്? എങ്ങനെ? Let x be the first multiple of 8. Then
The next two multiples are ഏതൊക്കെയായിരിക്കും? ഞാൻ ഒന്നിന് എക്സ് ഒന്ന് കൊടുത്തു, അതായത് 8ന് ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പൊ നോക്ക് മൾട്ടിപ്പിൾസ് ഉണ്ടാവും. അപ്പൊ 8ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് 16. അങ്ങനെയാണെങ്കിൽ പിന്നത്തത് ഏതാ? 24 ആണ്. പിന്നെ വരുന്നത് 32 ആണ്. ഇതൊക്കെ 8ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലെ? അങ്ങനെ നമുക്ക് ഒരുപാട് മൾട്ടിപ്പിൾസ് കാണാൻ പറ്റും. അങ്ങനെ അടുത്തടുത്ത് വരുന്ന 3 മൾട്ടിപ്പിൾസ് കൂട്ടിയപ്പോ 888 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് മൾട്ടിപ്പിൾസ് എന്നാണ് ചോദ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയില്ല ഏതൊക്കെയാണ് നമ്പേഴ്സ്. അപ്പൊ ആദ്യത്തെ മൾട്ടിപ്പിൾസ് ഞാൻ എക്സ് എന്ന് പേര് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള നെക്സ്റ്റ് 2 മൾട്ടിപ്പിൾസ് ഏതൊക്കെയായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏതൊക്കെയായിരിക്കും അടുത്ത 2 മൾട്ടിപ്പിൾസ്? എക്സ് പ്ലസ് പറഞ്ഞോളൂ. കറക്റ്റ് ആണ്. എക്സ് പ്ലസ് 2 വരൂല. എങ്ങനെ എക്സ് പ്ലസ് 2 വരിക? നോ നല്ല ആലോചിച്ചിട്ട് പറ. എങ്ങനെ? എക്സ് ഇൻറ്റു 8 അല്ല. നോക്ക് ഇവിടെ നോക്ക്. ഞാൻ ഇപ്പൊ 8ന്റെ ഒരു മൾട്ടിപ്പിൾ എടുത്തു, 80. ഇത് 8ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ? ഇത് കഴിഞ്ഞിട്ട് വരുന്ന 8ന്റെ മൾട്ടിപ്പിൾ ഏതാ? ആഫ്റ്റർ 80 which is the next multiple of 8? ആ 88. എന്താ ഡൗട്ട്? 88 ആണ്. ഇത് കഴിഞ്ഞാൽ എത്ര? 96 ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണോ ആദ്യത്തെ മൾട്ടിപ്പിൾ ഓഫ് 8 എടുത്തത്, അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന മൾട്ടിപ്പിൾ ഓഫ് 8 കിട്ടണമെങ്കിൽ അതിലേക്ക് 8 കൂട്ടിയാൽ മതി. അപ്പൊ ഇവിടെ നോക്ക്, ഞാൻ ആദ്യത്തത് എക്സ് എന്ന് എടുത്തു. അപ്പൊ പിന്നത്തെ മൾട്ടിപ്പിൾ ഏതായിരിക്കും? എക്സ് പ്ലസ് 8 ആയിരിക്കും അല്ലെ? പിന്നത്തത് ഇതിലേക്ക് വീണ്ടും 8 കൂട്ടണം. അപ്പൊ എക്സ് പ്ലസ് 16 എന്നായി മാറും. ഇത് മനസ്സിലായോ? ആദ്യത്തത് നമുക്ക് എക്സ് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ എക്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന മൾട്ടിപ്പിൾ ഓഫ് 8 ഏതായിരിക്കും? എക്സ് പ്ലസ് 8 ആയിരിക്കും. അത് കഴിഞ്ഞാൽ വരുന്നത് എക്സ് പ്ലസ് 16 ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഇവിടെയൊക്കെ കിട്ടിയത്. നോക്ക് 16 8ന്റെ മൾട്ടിപ്പിൾ ആണ്. അത് കഴിഞ്ഞിട്ട് ഉള്ള എങ്ങനെ കിട്ടിയത്? ഇതിലേക്ക് 8 കൂട്ടി, വീണ്ടും ഇതിലേക്ക് 8 കൂട്ടിയപ്പോ അടുത്ത കിട്ടി. ഇനി അടുത്ത കിട്ടണമെങ്കിൽ വീണ്ടും ഇതിലേക്ക് 8 കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് 40 കിട്ടും അല്ലെ? ഇവിടെ നോക്കി 80 ആണ് ഒരു മൾട്ടിപ്പിൾ ഓഫ് 8. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മൾട്ടിപ്പിൾ ഓഫ് 8 കിട്ടണമെങ്കിൽ വീണ്ടും 8 കൂട്ടണം അതിലേക്ക്. അപ്പൊ 88 ആയി. വീണ്ടും 8 കൂട്ടിയാൽ 96 കിട്ടും. ഇനി അടുത്ത മൾട്ടിപ്പിൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിലേക്ക് വീണ്ടും നമ്മൾ 8 കൂട്ടിയാൽ മതി. അപ്പൊ 104 എന്ന് കിട്ടും. ഇങ്ങനെ കിട്ടും. അപ്പോ എന്തൊക്കെ ആവശ്യമില്ലാത്തൊക്കെ ഇറേസ് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യത്തെ മൾട്ടിപ്പിളിന് എക്സ് എന്ന് കൊടുത്തെങ്കിൽ അടുത്ത 2 മൾട്ടിപ്പിൾസ് എക്സ് പ്ലസ് 8ഉം എക്സ് പ്ലസ് 16 ആയിരിക്കും. ഇനി നോക്ക്, ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ വായിക്കുക. ഇത് 3ഉം കൂടി കൂട്ടുമ്പോൾ 888 കിട്ടും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ therefore what we can say, ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 8, പിന്നെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ ഓഫ് 8, പിന്നെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ ഓഫ് 8. ഇതാണ് 3 അടുത്തടുത്ത മൾട്ടിപ്പിൾസ് ഓഫ് 8. ഇത് കൂട്ടുമ്പോൾ 888 എന്ന് കിട്ടും. ഇത് ഓക്കെ ആണോ? ഇത് ക്ലിയർ ആണോ? ഇത് മനസ്സിലായിട്ടുണ്ടോ? സർ അവിടെ എക്സ് പ്ലസ് 16 അല്ലേ? ഓ സോറി. ഓക്കെ, റിയലി 16 ആണ്. നമ്മൾ അവിടെ എഴുതിയ 16 തന്നെയാണ് കേട്ടോ. സോറി, 16 ആണ്. അപ്പൊ ഇതൊക്കെ അല്ലേ? അപ്പോ ഇത് ഇനി നോക്ക്, എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 3x. പിന്നെ 8ഉം 16ഉം 24 ഈക്വൽ ടു 888. ഇതെന്തായി? എ ലീനിയർ ഈക്വേഷൻ ഇൻ 1 വേരിയബിൾ ആയി. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? 3x ഇവിടെ എഴുതുക ആദ്യം, എന്നിട്ട് 24നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ 888 മൈനസ് 24. ഇതിന്റെ വില എത്ര വരിക? ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 8ന്ന് 4 പോയാൽ 4, പിന്നെ 8ന്ന് 2 പോയാൽ 6, പിന്നെ 8, 864 എന്ന് വരും. therefore x is equal to 864 ഡിവൈഡഡ് ബൈ 3. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 8ല് 3 2 പ്രാവശ്യം, പിന്നെ 2 ബാക്കി ഉണ്ടാവും. 26, 26ല് 3
എത്ര പ്രാവശ്യം? 26 3 എത്ര പ്രാവശ്യം ഉണ്ട്? 8 പ്രാവശ്യം. വീണ്ടും 2 ബാക്കി, അപ്പൊ 24. 24 വീണ്ടും 8 പ്രാവശ്യം അല്ലെ? 8 തന്നെയല്ലേ? 24 3 എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം. അപ്പൊ ഇതാണ് നമ്മളെ എക്സ്. അപ്പൊ ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 288 ഇതാണ്. Therefore 3 consecutive multiples of 8 are 1 288. അടുത്ത എത്ര ആയിരിക്കും? ഇതിലേക്ക് വീണ്ടും 8 കൂട്ടുക. അതായത് ഇവിടെ ഈ എക്സിന് ഈ വില കൊടുത്താൽ മതി 288. അതിക്ക് വീണ്ടും 8 കൂട്ടുമ്പോൾ എത്ര കിട്ടുക? 296 എന്ന് കിട്ടും. അടുത്തത് 304 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് 3 consecutive multiples of 8 whose sum is 888. ഈ സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉത്തരം കിട്ടിയതിനു ശേഷം നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഇത് വെറുതെ ഒന്ന് കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടി നോക്ക്. ഇത് 3ഉം മൾട്ടിപ്പിൾസ് ഓഫ് 8 ആണെന്ന് കിട്ടും. ഇത് 3ഉം കൂടി കൂട്ടുമ്പോൾ 888 എന്നും കിട്ടും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇവിടെ നോക്കേ. പെട്ടെന്ന് വായിക്കാം. എല്ലാവരും ഒന്ന് മനസ്സിരുത്തി വായിക്കുക. ക്വസ്റ്റിന് സൈലന്റ് ആയിട്ട് വായിച്ചാൽ മതി. 4 കുട്ടികൾ ഇന്ന് ആബ്സെന്റ്. എന്താണ്? എല്ലാവർക്കും അസുഖമാണോ? എന്താ കാരണം അറിയോ? Okay, the ages of Rahul and Haroon are in the ratio 5:7. 4 years later, the sum of their ages will be 56 years. What are their ages? Present ages. ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്നോ? ഇവിടെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു പ്രോബ്ലം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരുന്നു. ലെറ്റ് ആരൊക്കെ? 2 ആള്. ഒന്ന് രാഹുലാണ്. ലെറ്റ് രാഹുൽ ഏജ് ഈക്വൽ ടു 5x ആൻഡ് അങ്ങനെ വരുമ്പോ ഹാറൂന്റെ ഏജ് എത്ര ആയിരിക്കും? ഏജ് ഇസ് ഈക്വൽ ടു 7x. അതായത് ഇത് റേഷ്യോ ആണ്. അപ്പൊ ഇവരുടെ റേഷ്യോ എടുക്കുമ്പോൾ 5x ഈസ് ടു 7x എന്നാണ് വരിക. എക്സും ക്യാൻസൽ ആവും. അങ്ങനെ നമുക്ക് 5:7 എന്ന് കിട്ടുക. അപ്പൊ ഇങ്ങനെ റേഷ്യോ വരികയാണെങ്കിൽ നമുക്ക് രാഹുലിന്റെ ഏജ് 5x ഇയേഴ്സ് എന്നും ഹാറൂന്റെ ഏജ് 7x ഇയേഴ്സ് എന്നും എഴുതാം. ഇനി നോക്ക്, 4 years later the sum of their age will be 56. Let Rahul age is 5x and Haroon age is equal to 7x at present. ഇപ്പത്തെ ഏജ് ആട്ടോ അത്. at present ഇപ്പത്തെ ഏജ് ആണ്. ഇപ്പൊ രാഹുലിന്റെ ഏജ് ആയി 5x, പിന്നെ ഹാറൂന്റെ ഏജ് 7x. ഇനി after 4 years രാഹുൽ ഏജ് ഈക്വൽ ടു എത്ര ആയിരിക്കും? ഇപ്പൊ രാഹുലിന്റെ ഏജ് 5x ആണ്. അങ്ങനെയാണെങ്കിൽ 4 വർഷം കഴിയുമ്പോ രാഹുലിന്റെ ഏജ് എത്ര ആയിരിക്കും? ആരെങ്കിലും ഒരാൾ പറ. എത്ര? 5x plus 4. അത് തന്നെ 5x plus 4. നോക്ക്, ഇപ്പൊ നിങ്ങളൊക്കെ 8ാം ക്ലാസ്സിലാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊക്കെ 14 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സായിരിക്കും. ഇനി 4 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര കാലം? അതിലേക്ക് 4 കൂട്ടിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് 15 വയസ്സാണെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ 19 വയസ്സാവും. അപ്പൊ അതുപോലെ ഇവിടെ ഇപ്പോ രാഹുലിന്റെ വയസ്സ് 5x ആണ്, ഹാറൂന്റെ വയസ്സ് 7x ആണ്. അതുകൊണ്ട് ആഫ്റ്റർ 4 years രാഹുൽ ഏജ് is equal to 5x plus 4 years and Haroon age 7x plus 4. And Haroon age is equal to 7x plus 4. അതായത് ഇപ്പോഴേ രണ്ടാൾക്കും 5x ഉം 7x ആണ്. 4 കൊല്ലം കഴിയുമ്പോൾ രാഹുലിന് 5x plus 4 ആവും. അതായത് ഇപ്പൊ എത്രയാണോ ഉള്ളത് അതിനോട് 4 വയസ്സ് കൂടും. ഹാറൂണും ഇപ്പൊ ഉള്ള വയസ്സിനോട് 4 വയസ്സ് കൂടും. ഇനി വായിച്ചു നോക്ക്. 4 years later sum of their ages will be 56 എന്ന് പറഞ്ഞാൽ therefore 4 വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സ് എത്രയാണ്? അതിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 2 കൂടി കൂട്ടുക. 5x plus 4 പ്ലസ് ഇതെന്താണ്? ഇത് രാഹുലിന്റെ ഏജ് ആണ്. ഇതെന്താണ്? ഹാറൂന്റെ ഏജ് ആണ്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ സം ഓഫ് ദെയർ ഏജസ് ആഫ്റ്റർ 4 years എന്ന് പറയുമ്പോൾ ഇതാണ് വരിക.
ഇത് 56 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെ വരുമ്പോ ഇനി ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്, സോൾവ് ചെയ്താൽ മതി. 5x 7x 12x പ്ലസ് 4 4 8 8 is equal to 56 എന്ന് പറഞ്ഞാൽ 12x is equal to 12x equal to 56 divided by 8. which is equal to 48. അപ്പൊ നമുക്ക് 12x is equal to 48 എന്ന് കിട്ടും. Therefore x is equal to 48 divided by 12 which is equal by to 12. x is equal to 4 എന്ന് കിട്ടി. നമ്മുടെ ചോദ്യം എന്താ? What are their present ages? Therefore present age of Rahul is equal to എന്താ present age of Rahul? 5x ആണ്. അപ്പൊ 5x is equal to 5 into 4 which is equal to 20. ഓക്കെ, അപ്പൊ രാഹുലിന് ഇപ്പോ 20 years ആണ്. 20 years. Present age of Harun equal to 7x. 7x എന്ന് പറഞ്ഞാൽ 7 into what is the value of x? 4 which is equal to 28 years. ഓക്കെ, ഇതാണ് രാഹുലിന്റെയും ഹാറൂന്റെയും ഇപ്പോഴത്തെ വയസ്സ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? Yes, sir. ഇനി നമ്മൾ ഒരു ചോദ്യം കൂടി ചെയ്യാൻ സമയം കിട്ടും നോക്കുക. ആയിക്കോട്ടെ, ഇതും കൂടി നമുക്ക് ചെയ്യപ്പോ നോക്ക്. 15 years ചാർജ് ഇല്ല, ഫോണില് ചാർജ് ഇല്ല, അപ്പം സ്വിച്ച് ഓഫ് ആവും. അത് കുത്തി വെച്ചളാ, ചാർജിങ്ങിന് വെച്ചളാ. കുത്തി വെച്ചാണ്ട് ഉപയോഗിച്ചാ പറ്റ പോകും സാറേ. ആരാണത്? അവളാരാ? ആരാ പറഞ്ഞേ? ഓക്കെ, ആയിക്കോട്ടെ. ഞാൻ ഇത് ഇപ്പൊ തീരും. ഇനി ഒരു 5-6 മിനിറ്റും കൂടി ഉള്ളൂ. ഈ പ്രോബ്ലം കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. ഇതിന് ശേഷം ഞാൻ PDF ഇട്ടുതരും, അത് നോക്കിയിട്ട് കോപ്പി ചെയ്യാൻ നോട്ട്ബുക്കിലേക്ക് കേട്ടോ. ഓക്കെ സർ. ഓക്കെ, പിന്നെ 15 years from now Ravi's age will be 4 times his present age. What is Ravi's present age? എന്ന് പറഞ്ഞാൽ എന്താ? 15 years from now Ravi's age will be, ഇനി 15 വർഷം കഴിഞ്ഞാല് രവിന്റെ വയസ്സ് ഇപ്പോഴുള്ള വയസ്സിന്റെ 4 ഇരട്ടിയാവും. ഓ, ഭയങ്കരം കട്ടിയാലേ. ഒന്ന് വായിച്ചു നോക്ക്. 15 വർഷം കഴിയുമ്പോ രവിയുടെ വയസ്സ് ഇപ്പോഴുള്ളതിന്റെ 4 ഇരട്ടിയാവും. അങ്ങനെയാണെങ്കിൽ രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്നോ? ലെറ്റ് x be Ravi's present age. After 15 years, Ravi's age will be age is equal to x plus 15 അല്ലെ? ഇപ്പൊ x age ആണെങ്കിൽ, x year ആണെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ x plus 15 അല്ലെ? ഇനി നമുക്ക് തന്ന കണ്ടീഷൻ വായിച്ചു നോക്കുക. 15 വർഷം കഴിയുമ്പോഴുള്ള വയസ്സ് ഇപ്പത്തെ വയസ്സിന്റെ 4 ഇരട്ടി ആയിരിക്കും. Therefore 15 വർഷം കഴിയുമ്പോ എന്ന് പറഞ്ഞാൽ x plus 15 ആണ്. അത് ഇപ്പോഴുള്ള വയസ്സിന്റെ 4 ഇരട്ടി ആയിരിക്കും. ഇത് മനസ്സിലായോ? യെസ് സർ. ഇതാണ് ഇക്വേഷൻ. ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനി നമുക്ക് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. അതായത് രവിയുടെ ഇപ്പത്തെ വയസ്സ് നമ്മൾ x എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ x plus 5 years ആയിരിക്കും. പിന്നെ ഈ തന്നിട്ടുള്ള റിലേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ 15 വർഷം കഴിയുമ്പോൾ അയാളുടെ വയസ്സ് ഇപ്പോഴുള്ള വയസ്സിന്റെ 4 ഇരട്ടി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 15 വർഷം കഴിയുമ്പോഴുള്ള വയസ്സ് x plus 15 ആണ്. അത് ഇപ്പോഴുള്ള വയസ്സിന്റെ 4 ഇരട്ടി എന്ന് പറഞ്ഞാൽ 4x ആയിരിക്കും. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് 4x is equal to x plus 15. ഈ x നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ 4x minus x is equal to 15. 4x minus x എന്ന് പറയുമ്പോൾ 3x ആണ്. 3x is equal to 15. Therefore x is equal to 15 by 3 which is equal to 5. Therefore present age of Ravi is equal to 5 years. Okay അല്ലേ? യെസ് സർ. അപ്പൊ ഇത്രയാണ് നമ്മൾ കുറച്ച് വേർഡ് പ്രോബ്ലംസ് ആണെന്ന് ചെയ്തിട്ടുള്ളത്.